നമ്മൾ പട്ടായയിൽ എത്തി. പട്ടായയിൽ പിന്നെ നമ്മൾ ബീച്ച് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കാര്യം പറയട്ടെ, ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും തായ്ലാൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വോളിയം വ്ളോഗിലേക്ക് സ്വാഗതം. കേട്ടോ നമ്മൾ ഈ ബീച്ച് റോഡ് എന്ന് പറയുന്ന സ്ഥലം ഒരു ബീച്ചാണ്. അതിൽ ബോട്ടുകളുണ്ട്, പാരാഗ്ലൈഡിങ് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വാഗൻ സ്ട്രീറ്റിന് മുമ്പുള്ള ഭാഗമാണ് ഈ ബീച്ച് റോഡ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇപ്പോൾ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റ് അല്ല, കുറച്ച് കഴിഞ്ഞാൽ കാണുക എന്നുള്ളതാണ് അതിൻ്റെ രസം. ഒരു 6-6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന രീതിയും നമുക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഈ ലൂസിഫർ ഡിസ്കോ ആണോ ഇത്? അത്യാവശ്യം നല്ലൊരു ഡിസ്കോ ആട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ വലിയ കുഴപ്പമില്ല, നല്ലൊരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു വ്യൂ പോയിന്റ് ചെറിയ പുറത്തേക്ക് നമുക്കുണ്ട്. പിന്നെ എയർ കണ്ടീഷൻഡ് റൂമാണ്. ആൻഡ് വി ഹാവ് വെരി ഗുഡ്, ഒരു നല്ല കിടക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടോയ്ലറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫാർ സോ ഗുഡ്. നമുക്ക് കുളിക്കാനുള്ള ഷാമ്പു കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ഫ്രിഡ്ജുണ്ട് നമുക്ക്. ഇതിനകത്ത് ബിയറ്, കൊക്കക്കോള, വെള്ളം, ദെൻ ഒരു ഫ്രീസർ റൂമും ഉണ്ട്, ചെറിയൊരു ടി വി. ഓക്കെ, 1400-ന് ഇത് ഗുഡാണ്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്.
ഇപ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. ജസ്റ്റ് റൗണ്ടൊക്കെ അടിച്ച് വന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വൈകുന്നേരമാണ് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കാണാം. സന്ധ്യയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ക്രോം ലുവാങ് ചുംപോൺ മോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഈവനിങ് കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് നമുക്കത് കാണാൻ. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കാറ്റ് കൊള്ളാനും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ പട്ടായ സിറ്റിയാണ് ഈ കാണുന്നത്. ആ ഒരു വ്യൂ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ വേറൊരു തലയ്ക്കാണ് ഞാനിപ്പോൾ. ശരിക്കും എൻട്രി ഉള്ള ഭാഗത്തല്ല. ഇവിടെ നമുക്ക് ഒരു കാഴ്ച കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ പട്ടായ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡ് നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം മലയുടെ മുകളിലാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ നേരത്തെ കണ്ട ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അല്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് നിന്ന് ഇറങ്ങിയ പോലെയുള്ള അവസ്ഥയാണ് പറയുന്നത്. നിറയെ ആൾക്കാരും ടൂറിസ്റ്റുകളും അതേപോലെ തന്നെ നിറച്ച് ലെഫ്റ്റും റൈറ്റും ബാറുകൾ, DJ ബാറുകൾ, ഗോഗോ ബാറുകൾ, അങ്ങനെ നിറയെ ബാറുകൾ. ഈ ബാറിലേക്ക് എല്ലാ ആൾക്കാരും വിളിച്ച് കേട്ടാൻ നിറയെ പെൺപിള്ളേർ മുന്നിലുണ്ട്. നിങ്ങൾ കാണാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കണ്ടോ, പട്ടായ സിറ്റി എന്ന് പറഞ്ഞിട്ട് നല്ല രസമായിട്ടുണ്ട്. ബൾബൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഈ സ്ഥലക്ക് മൊത്തം ഒരു ബീച്ചാണ് വരുന്നത്. നമുക്കിതിൽ കൂടെ അങ്ങനെ നടന്ന് ബീച്ചിലേക്കൊക്കെ പോകാൻ പറ്റും. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാസിനോ പോലെയുള്ള ഷിപ്പുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഷിപ്പുകളിലേക്ക് പോകാനുള്ളൊരു എൻട്രിയും സംഭവമൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ ഇവിടെ കേട്ടത്. അവിടെ പോയാൽ കയ്യിലുള്ള പൈസ മൊത്തം പോകുന്നുള്ളതിന് യാതൊരു ഇതുമില്ല. അപ്പം അപ്പുറം ബീച്ചാണ്. നമ്മുടെ പട്ടായ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോർഡ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, പകൽ വ്യൂ അല്ല നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടാവും ഇതിന് മുകളിൽ കയറുക എന്നുള്ളത് നമുക്കൊന്നറിയാം. ഞാൻ ഓൾറെഡി സന്ധ്യയ്ക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ രാത്രി ആവാൻ വേണ്ടി നമ്മൾ കാത്തു നിന്ന് എടുത്തിട്ടുള്ളൊരു ഷോട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടോ, ഷിപ്പുകളൊക്കെ കണ്ടോ, കാസിനോസാണെന്ന് തോന്നുന്നു അതൊക്കെ. ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എല്ലാ റോഡുകളിലും ഒരു 100-200 മീറ്റർ അല്ലെങ്കിൽ ഒരു 400 മീറ്റർ ആ റേഞ്ചിൽ 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് അതിനകത്ത് നിന്ന് എന്തും മേടിക്കാൻ കിട്ടും. ലൈക്ക് ഗ്രോസറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജസ് ആയിക്കോട്ടെ, ഈവൺ ബിയർ വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് നല്ലൊരു സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് കയറി സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാവുന്നൊരു ഒരു ഓപ്ഷനാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ്സാണ്. അത് ഭയങ്കര വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. എല്ലാവരും അവിടെ പോയി മേടിക്കും. പക്ഷേ ഇത് കുറച്ച് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ളവർക്കും ഇത്ര ദൂരം ട്രാവൽ ചെയ്യാണ്ട് വന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റാവുന്നൊരു ഇതാണ്. ഞാൻ പറഞ്ഞു തന്ന സാധനം ഇതാണ്, നിങ്ങൾക്ക് കാണാം. അവിടെ കംപ്ലീറ്റ് ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഓരോ സൂപ്പർ മാർക്കറ്റിലും. ഇന്ന് ഞാൻ വന്ന ദിവസം എന്താണെന്നോ നല്ല തിരക്കാട്ടോ. ഇവിടെ മൊത്തത്തിൽ റഷാണ്. എനിക്ക് തോന്നുന്നത് സീസണാണെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ ബാക്കി സ്ട്രീറ്റിൻ്റെ ബാക്കിൽ നിന്ന്, അതായത് ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണാൻ പറ്റും അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ ലൈറ്റിട്ട് ഫുഡും കാര്യങ്ങളും, ചില സ്ഥലങ്ങളിൽ ചില പാട്ടും അതിന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ വോയിസ് ക്ലിയർ ആവണമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. നമ്മൾ ഇന്ത്യൻ ക്ലബ്സൊക്കെ ഉണ്ട് ഇവിടെ, നാഷ ക്ലബ്സ്, നല്ല രസകരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ നേരത്തെ അവിടെ വരണം കണ്ടു, ഇതിപ്പോൾ ഇവിടെ വീണ്ടും വരണുണ്ട്. കുറേ ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ലൈക്ക് ഫ്രീ എൻട്രി ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു DJനകത്ത് കയറി നോക്കി, കയറിപ്പോൾ എന്നുണ്ടെങ്കിൽ അന്യായ പൈസയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ആൾക്കാർ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. വന്ന് അത് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളൊരു രീതിയിൽ മാത്രമേ എല്ലാവരും എടുക്കുന്നുള്ളൂ. പൈസ വന്ന് എറിയണം ആൾക്കാർ ഇവിടെ. പാണ്ട ക്ലബ്, അങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ട്. ടോണീസ്, അറബിക് ഡിസ്കോ, പോൾ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. തുർക്കിഷ് കബാബ് ഒരുപാടുണ്ട് അവിടെ. അത് കാരണം ജീവിച്ചു പോകാം, കുറച്ച് കബാബൊക്കെ തിന്ന് ജീവിച്ചു പോകാം അവിടെ. തായ് ഫുഡ് ഒരു ഡിഫറെൻറ്റ് ലെവലുള്ള ഫുഡാണ്. എനിക്കെന്തോ അത് കഴിച്ചിട്ട് ഇഷ്ടമായില്ല കേട്ടോ. നോക്കി കാണാൻ പറ്റും സ്ട്രീറ്റ് കുക്കേഴ്സോടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. അതിൻ്റെ കമ്പനിയിൽ അതിലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു 4 റൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ നമുക്ക് ഫുൾ കോമഡിയാണ്. അവിടെ 3D സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. VR ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൾക്കാരെ കിളി പോകുന്ന പരിപാടിയാണ്. വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിക്കട വരെ കയറി ഇങ്ങനെ കാണും. തലയും കൊതി വീഴാനൊക്കെ പോകും. 2 ആൾ പിടിച്ചു നിന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. വീണ്ടും ഇവിടെ ഒരു 7-Eleven വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമുക്കൊരു DJയുടെ ഉള്ളിൽ പോയി നോക്കാം. DJയുടെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, nah, likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane, making pleasure out of pain, turning losses into gains. I'm the boss, I'm making change. I've been rocking this exchange, popping off and risking things. Gonna make a name, I just wanna be famous. But I don't want that cheap fame, no I'm not that vain. I just wanna be greatness. I just wanna be greatness. I just wanna be greatness. I just... അപ്പോൾ ഗൈസ്, സമയം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു. ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.